വീലിംഗ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടൊരു കമൻറ്റാണ് വീലിംഗ്. സോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് വീലിംഗ്. സോ ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചക്കാലക്കൽ ജ്വല്ലറി നമ്മുടെ ചിറ്റൂരാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആ സാറിൻ്റെ വീട്ടിൽ 2022 സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയപ്പോൾ വീട് അത്യാവശ്യം നല്ല ഈസ്തറ്റിക് ആയിട്ട് നല്ല രീതിയിൽ വീട്ടിൽ എലിവേഷൻ സ്പെൻഡ് ചെയ്തൊരു കസ്റ്റമറാണ്. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ നമ്മളവിടെ കണ്ടത് നല്ല ഷെയ്ഡുള്ള ഒരു വീടാണ്, അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇമോഷൻസ് വെച്ച് നമുക്ക് ഒരിക്കലും അവിടെ സോളാർ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് വീടിൻ്റെ എലിവേഷനെ ബാധിക്കും, രണ്ടാമത് മരങ്ങൾ വെട്ടണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. ബിക്കോസ് നല്ല മരങ്ങളാണെങ്കിൽ നമുക്കും അത് വർഷങ്ങളായിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്കും ഒരു ഇമോഷനാണ്, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ ഈ കാര്യങ്ങളോടൊക്കെ, വീടിനോടും മരങ്ങളോടും. അപ്പോൾ അവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സൊല്യൂഷനാണ് ഈ വീലിംഗ്. വീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺസ്യൂമറിന് മൾട്ടിപ്പിൾ വീടുകളോ അല്ലെങ്കിൽ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ വീടുകളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നമുക്ക് സോളാർ ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലോട്ട് വീലിംഗ് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ അതൊരു സോളാർ പവർ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബില്ലിന് ശേഷമോ അല്ലെങ്കിൽ ഫസ്റ്റ് ബില്ലിന് മുമ്പോ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഫസ്റ്റ് ബില്ലിന് ശേഷമാണ് ശരിക്കും ഒരു വീലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വീടുണ്ട്, അവിടെ ഒരു 5 കിലോവാട്ട് ആണ് സോളാർ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, അവിടെയും ഒരു 5 കിലോവാട്ട് റിക്വയർമെൻ്റ് ഉണ്ട്. സോ എവിടെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഫീസിബിൾ എന്ന് നോക്കിയിട്ട് നമ്മൾ ഒറ്റ ഒരു സൈറ്റിൽ 10 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ 10 കിലോവാട്ട് പവർ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ 5 കിലോവാട്ട് റിക്വയർമെൻ്റ് ഉള്ള സൈറ്റിലോട്ട് നിങ്ങൾക്ക് വീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ 10% ആണ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സർചാർജ് അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ്സിൻ്റെ സർചാർജായിട്ട് KCB കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളൊരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്ത സോളാർ പവർ പ്ലാന്റിന് മറ്റ് ബില്ലുകളും കുറയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ നോക്കണം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ രണ്ട് ബില്ലുകളും ഒരാളുടെ ഓണർഷിപ്പിലായിരിക്കണം. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് പല സ്ഥലങ്ങളിലായിട്ട് ഉള്ള ആൾക്കാർക്കാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓൾമോസ്റ്റ് 1500+ കസ്റ്റമേഴ്സിന് വീലിങ്ങും അറ്റാച്ച്മെൻറ്റ്സും ചെയ്തു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൾ സുരേഷ്.